വനത്തിനുള്ളിലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും പിന്നെ അടുത്ത് തന്നെ ഏക്കർ കണക്കിന് പടർന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളും അടിപൊളിയായിരിക്കും അല്ലേ. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ സുരുളിയിലേക്കാണ് ഈ യാത്ര. കുമിളി കമ്പം വഴി തേനിക്ക് പോകുന്ന വഴിയിലാണ് സുരുളി ഫാൾസ് ഉള്ളത്. നിറയെ തെങ്ങും തോപ്പുകളും മറ്റ് കൃഷിപ്പാടങ്ങളും ഒക്കെയുള്ള റോഡിലൂടെ സഞ്ചരിച്ചതേ ഇപ്പോഴ് ഞങ്ങൾ സുരുളിയിലെത്തി. മെയിൻ റോഡിൽ നിന്നും കയറുമ്പോൾ തന്നെ വെഹിക്കിൾ ടോൾ ബൂത്ത് എന്ന് പറഞ്ഞിടത്ത് അവർ കൈ കാണിച്ച് നിർത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നും 20 രൂപയാണ് പാസ്സായിട്ട് മേടിച്ചിട്ടുള്ളത്. പാർക്കിംഗ് ഫീ ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു പാസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ നിന്നും തന്നിട്ടില്ല. ഇതാണ് പാർക്കിംഗ് ഏരിയ. വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ കമ്പത്ത് നിന്നും തേനിയിൽ നിന്നും ഇവിടെ സുരുളി ഫാൾസിലേക്ക് ബസ് സൗകര്യമുണ്ട് കേട്ടോ. എന്നാലേ നമുക്കിനി മെയിൻ എൻട്രൻസിലേക്ക് പോകാം. കണ്ടില്ലേ, ഇരുവശത്തുമായിട്ട് വഴിയോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കരിമ്പും മാങ്ങയും പിന്നെ നമ്മുടെ ചക്കയും പിന്നെ കുറേ ബജി ഐറ്റംസും ഒക്കെ അവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈകിട്ട് 4 മണിക്ക് മുമ്പ് തന്നെ എത്തിച്ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 4 മണി കഴിയുമ്പോഴേ അവർ ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും. നമുക്ക് പിന്നെ അകത്തേക്ക് പ്രവേശനം അനുവദിക്കത്തില്ല. സുരുളിയിൽ ഞാനിത് 2ാം തവണയാണ് വരുന്നത് കേട്ടോ. 1 വർഷം മുന്നേ ഞാനിവിടെ വന്നിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അന്ന് ഇത്രയും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്തൊക്കെ നമുക്ക് കയറാനായിട്ട് പറ്റി. ഇതിപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ തന്നെ ഏകദേശം ഒരു 15 മിനിറ്റിന് മേളിലായിട്ട് ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നു. അവിടുത്തെ സുരുളി വെള്ളച്ചാട്ടം കാണാനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ കുട്ടികൾക്കായിട്ട് ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തെ ടിക്കറ്റ് നമ്മളിവിടെ കാണിച്ചിട്ട് ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററോളം വനത്തിലൂടെ നടന്നിട്ട് വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുവാൻ. എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു നടപ്പിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മേളിലായിട്ട് എടുക്കുമായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരെയും ഇവർ പ്രവേശിപ്പിക്കാത്തത്. വനത്തിലൂടെയുള്ള ഈ ഒരു നടത്തവും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കമ്പത്തൊക്കെ എത്തിയപ്പോൾ കാലാവസ്ഥ അത്യാവശ്യം നല്ല ചൂടായിരുന്നു. എന്നാൽ ഇപ്പം നല്ല തണുത്ത കാറ്റാണുള്ളത്. പിന്നെ ഈ യാത്രയിൽ ആദ്യാവസാനം വരെ വാനരപ്പടകളെ നമുക്ക് കാണാം. ആർക്കും ശല്യമുണ്ടാക്കാത്ത ശാന്തരായ വാനരന്മാരാണ് ഈ വനത്തിനുള്ളിലുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന വൃക്ഷങ്ങളും
പിന്നെ ഇവിടുത്തെ പലവിധ ജീവജാലങ്ങളുടെ ഒരു ശബ്ദങ്ങളും ഒക്കെ കേട്ടുള്ളൊരു യാത്ര പ്രകൃതി സ്നേഹികൾക്കും യാത്രാപ്രേമികൾക്കും ഒരുപോലെ ത്രില്ലടിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും പിന്നെ റെസ്റ്റ് എടുത്ത് പോകുവാനുള്ള ഇരിപ്പിടങ്ങളും എല്ലാം ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തെത്തി. ഈ ഒരു സ്റ്റെപ്പുകൾ കയറി ചെല്ലുന്നിടത്താണ് സുരുളി ഫാൾസ്. പ്രതീക്ഷിച്ചത്രയും വെള്ളമില്ലെങ്കിലും സംഭവം അടിപൊളിയാണ്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള റൂമുകൾ ഇവിടെ ഉണ്ട്. പിന്നെ സുരക്ഷിതമായിട്ട് ഇന്ന് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളാരും കാല് വഴി താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രില്ലുകളും കെട്ടിയിട്ടുണ്ട്. അപ്പോഴേ മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും പിന്നെ വനത്തിലൂടെയുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മൾ ഇനിയും പോകുന്നത് മുന്തിരിത്തോട്ടത്തിലേക്കാണ്. നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങി ഒരു 2 കിലോമീറ്റർ ഉള്ളിലായിട്ട് തന്നെ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് മുന്തിരിപ്പാടങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി ഒരു മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ അതേ റോഡ് സൈഡിൽ കണ്ട ഒരു മുന്തിരിത്തോട്ടത്തിലാണ് ഞാനുള്ളത്. ഏകദേശം അതിൻ്റെ ഒരു സെൻട്രലായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ കിണറാണ് കേട്ടോ. ഫുള്ള് ഇഷ്ടിക കൊണ്ടാണ് ഈ ഒരു കിണറിൻ്റെ നിർമ്മാണം. മുന്തിരിത്തോട്ടത്തിലേക്കുള്ള വെള്ളം പൈപ്പ് വഴി ഇവിടെ നിന്നുമാണ് എടുക്കുന്നത്. മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ മലയാളികൾ കൂടുതലും പോകുന്നത് കമ്പത്തേക്കാണല്ലേ. പക്ഷേങ്കിൽ ഇത്രയൊന്നും മുന്തിരിപ്പാടങ്ങൾ അവിടെയൊന്നും ഇല്ല എന്നതാണ് സത്യം. പിന്നെ ഭയങ്കര തിരക്കുമായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ കമ്പത്ത് നിന്നും അധികം ദൂരത്തല്ലാത്ത സുരുളിയിൽ വന്നാൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടവും കാണാം. ഇതുപോലെ ഏക്കർ കണക്കിന് പടർന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടവും കാണാം. പിന്നെ നമ്മൾ ഇതുവഴി പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ബോക്സിനകത്താക്കിയും പിന്നെ അല്ലാതെ കിലോ കണക്കിനുമൊക്കെ മുന്തിരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാതെ നമ്മൾ ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് കയറിയിട്ട് ഇതുപോലെ ലൈവായിട്ട് മേടിക്കാനായിട്ട് നോക്കണം. അതാകുമ്പോൾ ഇതിൽ കേടുള്ള ഭാഗങ്ങളൊക്കെ അവർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് തരുന്നത്. ഞങ്ങളിവിടെ വന്ന ടൈമിൽ ഒരു ബോക്സിന് അതായത് 5 കിലോ മുന്തിരിക്ക് 150 രൂപയായിരുന്നു ഇവിടുത്തെ റേറ്റ് കേട്ടോ. 2 ബോക്സ് മുന്തിരിയുമായിട്ടാണ് ഞങ്ങളും മടങ്ങുന്നത്. അപ്പോഴേ നമ്മുടെ ഈ ഒരു സുരുളി യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കണ്ട. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം കേട്ടോ.